നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കാണിച്ചു തരട്ടെ. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇത്രയും പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചാലും മതി. ഇനി ഉലുവയും കടുകും ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വറുത്തെടുത്ത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പതിഞ്ഞു പൊങ്ങി വരുന്നത്. അതിലേക്ക് കടുകും ഉലുവയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഈ രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കാശ്മീരിയും നോർമൽ മുളക് പൊടി കൂട്ടി പൊടിച്ച പൊടി ഉണ്ടല്ലോ അതും, അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ആദ്യം പൊടിച്ചെടുത്തിട്ടുള്ള കടുക് ഉലുവയുടെ പൊടി കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാങ്ങ ചേർത്ത് ഒരുപാട് സമയം തിളക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും പിന്നെ ഉലുവയും കടുകും പൊടിച്ചെടുത്തില്ല ബാക്കിയുള്ളത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയും ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അച്ചാർ റെഡി. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക.